വാഴയുടെ കുടപ്പം പോലെ നീണ്ടു വരുന്നുണ്ട്. ഇത് ആഫ്രിക്കൻ, ബ്ലാക്ക് ആഫ്രിക്കൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ബ്ലാക്ക് ആഫ്രിക്കനാണ്. അപ്പോൾ ഇതിൻ്റെ ബഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1.5 മാസം കഴിഞ്ഞ്, 2 മാസം ആവാറായി. 2 മാസം കൊണ്ട് വേണ്ട, അത് നീണ്ടിങ്ങനെ ശരിക്കും കുടപ്പൻ പോലെ തന്നെ, വാഴയുടെ കുടപ്പൻ പോലെ കായയുടെ ഇണ്ടത്ര നീളത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ദിവസം കൂടി പിടിക്കും ഇത് വിരിയാനായിട്ട്. അത് 3-4 ഒന്നും ഉണ്ടായിട്ടുണ്ടോ, അതൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇത് 2 വർഷമായതാണ്. 2 വർഷത്തിന് ശേഷമാണ് ഇത് ഫ്ലവർ ചെയ്തത്. ബ്ലാക്ക് ആഫ്രിക്കൻ ആദ്യമായിട്ട് വിരിഞ്ഞാണ്. ഇന്നലെ ഇതിനെ കണ്ടപ്പോൾ അത്ര ഇന്ന് വിരിയെന്ന് വിചാരിച്ചില്ല, പക്ഷെ ഇന്നേക്ക് വിരിഞ്ഞു. 2026 ഏപ്രിൽ 28 2026 ആണത്. 2 വർഷമായി ഇതിപ്പോൾ വെച്ചിട്ട്. ഇത് സെൽഫ് പോളിനേഷനാണ് കണ്ട. അതിൻ്റെ സിഗ്മ പോളനടുത്ത് തന്നെ നിൽക്കുന്നു, ടച്ച് ചെയ്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഹാൻഡ് പോളിനേഷനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, തന്നെ പോളിനേഷൻ ആയിക്കോളും. പിന്നെ ചെറുതേനീച്ചകൾ വരുന്നുണ്ട്. അല്ലേ, ചെറുതേനീച്ചകളാണ് വരുന്നത്. എൻ്റെ തണ്ടിന് ഭയങ്കര നീട്ടണം. കണ്ട, നല്ല നീളമുണ്ട് കുടപ്പൻ്റെ. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ അത്രയ്ക്ക് വിരിയെന്ന് വിചാരിച്ചില്ല ഇന്ന്, പക്ഷെ ഇന്നലെ തന്നെ വിരിഞ്ഞ് രാത്രി. അപ്പം നേരം വെളുത്ത് നോക്കിയപ്പോൾ വിരിഞ്ഞിരിക്കുന്നു. ആദ്യമായിട്ട് വിരിഞ്ഞാണ് ബ്ലാക്ക് ആഫ്രിക്കൻ. ഇതിൻ്റെ ഫ്രൂട്ട്സൊക്കെ നല്ല ഫ്രൂട്ടാണ്, പക്ഷേ ഇതൊന്നും കമേഴ്ഷ്യലായിട്ട് വളർത്താൻ പറ്റില്ല. അധികം ഫ്രൂട്ടുകളൊന്നും ഉണ്ടാവില്ല ഇതിൽ, ഫ്രൂട്ടൊക്കെ കുറവായിരിക്കും. അതുകൊണ്ട് ഇത് കമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് അല്ലാതെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. നല്ല ഫ്ലവറാണ്, കാണാൻ ഭംഗിയുണ്ട്. നല്ല ഇതിൻ്റെ ലീഫുകളൊക്കെ വളരെ ചെറുതാണ്, എണ്ണം കുറവുണ്ട്. മറ്റുള്ള അപേക്ഷിച്ച് ചെറിയ വ്യത്യാസമുണ്ട് ഇതിൻ്റെ പൂവ്. ഇതിൻ്റെ എന്താ സിഗ്മ കറക്റ്റായിട്ട് അതിൻ്റെ പൂമ്പൊടിയുമ്പോൾ ടച്ച് ചെയ്ത് നിൽക്കുക. ആൺപൂവും പെൺപൂവും ഒരേ ഇതിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് പോളിനേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. സെൽഫായിട്ട് ഇത് പോളിനേറ്റ് ആയിക്കോളും. ക്രോസ് പോളിനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഹണിബികൾ വരുന്നുണ്ട്. ഇത് ഫ്രൂട്ട് എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ ഫ്രൂട്ട് ഉണ്ടായതിന് ശേഷം നമുക്ക് അതിൻ്റെ റിവ്യൂ തരാം. ഇത് നാച്ചുറലി നോക്കിയിട്ട് സെൽഫ് പോളിനേഷനായിട്ട് കാണുന്നെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ക്രോസ് പോളിനേഷൻ ആണെന്ന് അറിയണം. ഇപ്പം എന്തായാലും ഫസ്റ്റ് ഫ്ലവർ അല്ല, അത് ഫ്രൂട്ട് ആവാൻ വേണ്ടി ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ജംബോ റെഡിൻ്റെ പോളൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോളൻ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്, ക്രോസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലവറായിട്ട് 2 ഫ്ലവർ ഇല്ല, അടുത്ത ഫ്ലവർ നമുക്ക് പരീക്ഷിക്കും. ഫ്ലവർ ഏതായാലും നമുക്ക് ക്രോസ് പോളിനേഷൻ ചെയ്തിട്ടുണ്ട്. ജംബോ റെഡിൻ്റെ പോളൻ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പോളനെടുത്ത് ഞാൻ അതിലിട്ടിട്ടുണ്ട്. ക്രോസ് ആവാൻ നോക്കാം നമുക്ക്. ഇതിൻ്റെ ഫ്രൂട്ട് എന്തായാലും പിടിക്കണം, ഫസ്റ്റ് ഫ്രൂട്ടല്ലേ, അതുകൊണ്ട് കളയണ്ടെന്ന് വിചാരിച്ചു. ക്രോസ് പോളിനേഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന് ഫ്രൂട്ടിന് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവും. ഇതിലങ്ങനെ പോളൻ കാണുന്നില്ല, പൊടിയൊന്നും കാണുന്നില്ല. സാധാരണ മറ്റേ അതിൻ്റെ പൊടിയുണ്ട്, ഇതിൻ്റെ ആ പോളന്മ പൊടിയൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് ക്രോസ് പോളിനേഷൻ തന്നെയാണെന്ന് തോന്നുന്നു. ഇന്ന് സെൽഫ് പോളിനേറ്റ് ചെയ്യാനുള്ള കഴിവില്ല എന്ന് തോന്നുന്നു.
ഇമ്മ തട്ടിയിട്ട് അങ്ങനെ പോളൻ്റെ പൊടി അല്ലെങ്കിൽ ഉണ്ടാകും. പൊടിയൊന്നും കാണുന്നില്ല. എന്തായാലും ക്രോസ് പോളിഷൻ തന്നെ ആയിരിക്കും ഉള്ളത്.